നമ്മൾ ഇന്ന് ഒരു 5-star റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. അതായത് മലേഷ്യയുടെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ലക്ഷറിയസ് റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഗൈസ്, എല്ലാവർക്കും ടോണി ചാറ്റ് സിംഗപ്പൂരിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലോട്ട് സ്വാഗതം. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ സമയം 1 മണി. നമുക്ക് 3 മണിക്കാ ചെക്ക് ഇൻ കേട്ടോ. നമ്മൾ രാവിലെ ഒരു 7:30 ഇറങ്ങിയതാണ്. വുഡ്ലാൻഡ്സ് വഴിയാണ് വന്നത്. വുഡ്ലാൻഡ്സ്, പിന്നെ നമ്മൾ ജോഹർ KB സെന്ററിൽ നമ്മൾ ഫസ്റ്റ് കഴിച്ചു. അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നേരെ ഹോട്ടലിലോട്ട് പോകാം. നമ്മൾ വണ്ടിയെല്ലാം നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു കാർ പാർക്കാണ് കേട്ടോ, മൾട്ടി സ്റ്റോറി കാർ പാർക്കാണ്. ഇവിടെ ദിസ് വേ ടു ഹോട്ടൽ മെയിൻ ലോബി എന്ന് കൊടുത്തിട്ടുണ്ട്. റിസപ്ഷൻ, ഗ്രാൻഡ് ബോൾ റൂം, മീറ്റിംഗ് റൂംസ്. അപ്പൊ നമ്മളിപ്പോൾ അങ്ങോട്ട് നേരെ റിസപ്ഷനിലോട്ട് പോകണം. അപ്പോൾ ഇതുണ്ട്, അവർ ഈ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പൊ അവരത് നമ്മുടെ റൂമിൽ എത്തിച്ചോളും. അപ്പൊ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. കേൾക്കാം. ഗൈസ്, ഇതാണ് ഹൈബിസ്കസിന്റെ ലോബി കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഫ്രീ ഗിഫ്റ്റ് കിട്ടും കേട്ടോ. വാട്ട് ഇസ് ദിസ് ടാഗ്, റൈറ്റ്? ഓ, ലഗേജ് ടാഗ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ റൂം. ഇപ്പോൾ ഗൈസ്, നമ്മൾ അവിടുന്ന് ചെക്ക് ഇൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഡ്രിങ്ക്സ് കുടിക്കണോ? ഫ്രീ ആണോ ഇത്? ഉറപ്പാണല്ലോ അല്ലേ? അവസാനം കുടിച്ചു കഴിഞ്ഞിട്ട് വലിയ കഴിച്ചേക്കല്ലേ. ഓക്കെ, ഇത് ഫ്രീ ആണ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ സ്കൈ പൂൾ വില്ലയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ നേരെ 11th ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ എത്ര ഫ്ലോർ ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഫ്ലോർ ആണുള്ളത്. 13 ആണോ? അപ്പൊ 13 ഫ്ലോർ ആണുള്ളത്. അപ്പൊ നമ്മളിപ്പം 11th ഫ്ലോറിലോട്ടാണ് പോകുന്നത്. യെസ്, യു ക്യാൻ. ഇപ്പോൾ ഗൈസ്, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കാർ പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആക്ച്വലി ബീച്ച് വ്യൂ ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ റൂം ഇതാണ് 1105. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നു. സ്കൈപൂൾ വില്ല കേട്ടോ. ഇതുണ്ട്, ഇവിടെ 2 കിങ് സൈസ് ബെഡ് ഉണ്ട്. ഇതാണ് ബാത്റൂം. പിന്നെ ഇവിടെ ഒരു കൊമോഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും പിന്നെ മറ്റേ ഇവരുടെ അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ബാത്ത് ടബ്. ഒരു ബാത്ത് ടബ് ഉണ്ട് ഇവിടെ ഷവർ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. യെസ്. പിന്നെ ഇതുണ്ട്, ഇവിടെ ഒരു സോഫ ഉണ്ട്. പിന്നെ ഒരു വർക്കിംഗ് ടേബിളും പിന്നെ കുറെ ഗ്ലാസും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതാണ് ബാൽക്കണി. ഇതാണോ, ഇവിടെ ഒരു നല്ലൊരു 4 ചെയർ ഇട്ടിട്ടുണ്ട്. ഇതാണ് പ്രൈവറ്റ് പൂൾ എന്ന് പറയുന്ന സംഭവം. ഇതാണ്. അപ്പം ഇത് സൗന അല്ലേ. ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്കൈ പൂൾ വില്ലയിൽ വരുന്ന വ്യൂ ഇതാണ് ഗൈസ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഇതൊക്കെ ഓരോരോ എക്സിക്യൂട്ടീവ് ഇതാണ്. പിന്നെ പനോരമിക് വ്യൂ അതാണ്. പിന്നെ ഇത് പ്രീമിയം പൂൾ വില്ലാസ്. ഇത് സീ വ്യൂ, ഇങ്ങോട്ട് ബീച്ച് വ്യൂ. അങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്. പ്രസിഡൻസി സ്യൂട്ട് ആ കോർണറിൽ കാണുന്നത്. ഇതുണ്ടല്ലോ, നമ്മള് രാത്രിയില് ഇവിടെ നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഡിമാൻഡ് കൂടുതലും വരുന്നത് സ്കൈ പൂൾ വില്ലയ്ക്കാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ചിലർക്ക് ഈ ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ഇതെടുക്കാം. പിന്നെ ഇങ്ങനത്തെ പൂളുകൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവര് തന്നെ ഹോട്ടലുകാരെ തന്നെ നമ്മളോട് പറഞ്ഞു പ്രൈവസി ഇല്ല. അതെ, ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ പനോരമിക് ഇത് പൂൾ വില്ലാസ് എല്ലാം ബുക്ക്ഡ് ആണെന്ന് പറഞ്ഞത്. ഇതുണ്ട്, ഇവിടെ TV ഇല്ലേ? TV ഉണ്ട്. അതായത് ഈ വാൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു ഗ്ലാസ് ആണ്. എന്നിട്ട് നമ്മൾ TV റിമോട്ട് ഓൺ ചെയ്തപ്പോ ഇതുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് ലോഡിങ്. അത് കൊള്ളാം കേട്ടോ. ഇത് എത്ര ഇഞ്ച് TV ആണെന്ന് നമുക്ക് കണ്ടറിയണം. അടിപൊളി. യെസ്. ഓ, നൈസ്. ഇതൊരിങ്ങനെ അകത്ത് ഫ്രെയിം ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ നമ്മളിത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ TV ഇല്ലെന്ന് തോന്നത്തുള്ളൂ. ഇതുണ്ടോ, TV ഇല്ലല്ലോ. യെസ്, കറക്റ്റ്. ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇവിടെ ലഞ്ച് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഹലോ, ഹായ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ലഞ്ച് സെറ്റപ്പ്. നല്ല ബിഗ് റെസ്റ്റോറൻറ്റ്. താങ്ക് യു. യെസ്, നമ്മുടെ ഫുഡെല്ലാം വന്നു. ये अलग बात है, नई सांस
മണിയായി. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പൂളിൽ പോയി. കേട്ടോ, കാണുന്ന ഈ പൂളില്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു സ്കൈ പൂൾ വില്ലേന്ന് ഞങ്ങള് ആ കാണുന്ന പ്രീമിയം പൂൾ വില്ലയിലോട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രീ അപ്ഗ്രേഡ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ ഒന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ യു ഗോ ആൻഡ് എക്സ്പ്ലോർ. നമ്മളിപ്പോൾ ഇതുകൊണ്ട് കാണുന്ന ഈ ഒരു 247 എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയം പൂൾ വില്ലയിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പ്രീമിയം പൂൾ വില്ലയിലോട്ട് പോവാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതുണ്ട് ഇവിടെ എല്ലാം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളാം. എന്നിട്ട് ഇതാണ് നമ്മുടെ പൂൾ. ഇതാണ് ഞങ്ങൾ ഇത്ര നേരം ഇവിടെ കളിക്കുകയൊക്കെയായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഗൈസ് ഇത് ഒരു ബഗ്ഗി വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ അത്രയും ദൂരം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ഈ ഒരു ബഗ്ഗിയിലാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഈ ബഗ്ഗിയിൽ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ നേരെ ചാടി കയറാനൊന്നും പറ്റത്തില്ല, പ്രോപ്പറായിട്ട് ഇരുന്ന് വേണം പോകാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഇതാണ് നമ്മുടെ പ്രീമിയം പൂൾ സീ വ്യൂ. സീ വ്യൂ. അപ്പൊ നമ്മുടെ സീ വ്യൂ ഉള്ള റൂമാണിത്. ഇവിടെ 2 കിങ് ബെഡ്സ് ഉണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സോ സ്കാരി. പിന്നെ പിന്നെ ഇത് 2 ബാത്റൂം ഷവർ റൂം ഉണ്ടല്ലേ, ടോയ്ലറ്റ്. പിന്നെ നമ്മൾ തുറക്കുവാണേല് ഉണ്ടോ ഗൈസ്, ഇതാണ് സീ വ്യൂ. ഇവിടെ നമ്മുടെ പൂളും ഉണ്ട്. പിന്നെ ഇതാണ് സീ വ്യൂ. ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അയ്യോ ഗൈസ്, ഇതാണ് ഗൈസ് സീ വ്യൂ. ഇത് ആക്ച്വലി ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് അവര് നമുക്ക് ഒരു അപ്ഗ്രേഡ് നമുക്ക് തന്നു. ബട്ട് എനിവേ ഇറ്റ്സ് ഗുഡ്. ആൻഡ് നമുക്കിനിയിപ്പോൾ അടുത്ത നമ്മൾ പൂളിൽ ചാടിയതേ ഉള്ളല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾ പൂളിൽ ചാടും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് വാക്കൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി വാക്ക് ചെയ്യാൻ പോവാം. നമ്മൾ ഇതിന്റെ പരിസരമൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സംഭവമാണ് അത്. നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകണം കേട്ടോ. ഇവിടെ നമ്മള് 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബഗ്ഗി വരും. അപ്പൊ ഈ ബഗ്ഗി കയറി നമുക്ക് നേരെ ലോബിയിലോട്ട് പോകാം. നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഡിന്നറിന് വന്നതാണ്. നമ്മളിവിടെ വെളിയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ആണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇവിടെ ഞങ്ങൾക്ക് ചൈനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു ഇതുണ്ട്. ഇത് ഇവിടെ ഒരു ചൂടുവെള്ളം, ഇത് ഭയങ്കര ചൂടുവെള്ളം കേട്ടോ. ഈ ചൂടുവെള്ളത്തില് ഇത് കൊണ്ടുപോയിട്ട് സ്പൂണും ഈ സാധനം എല്ലാം വെച്ചു. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഇത് കുറെ പച്ചമുളകും ജിഞ്ചറും ഗാർലിക്കും ഇതെല്ലാം കൂടെ തന്നിട്ടുണ്ട്. ഇത് നമ്മളെന്തോ മിക്സ് ചെയ്ത് ഇതുമായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ചുമ്മാ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി തരും കേട്ടോ. ഇത് ഇങ്ങനെ എടുക്കുക. ഇത് എനിക്ക് തോന്നുന്നത് അത് തന്നെ എടുക്കണമായിരിക്കും. മുളക് തന്നെയും ഇത് മുളക് തന്നെയാണ്, എല്ലാം ഉണ്ട്. അല്ല, ഒരു പാത്രത്തിനകത്ത് 2 ഉണ്ട്. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് അങ്ങ് ഒഴിച്ച്, ഇതൊരു സോയാ സോസ് ആയത് എന്നിട്ടുണ്ടോ. ഇതൊരു സാധനം ഉണ്ടാക്കി എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് നല്ല എരിവാ. You want to try? You're supposed to eat it with your rice. Yeah, but we can eat. You can try. നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇച്ചിരി എരിവുണ്ട്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുഡെല്ലാം പോരട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ഇതെല്ലാം എത്തി. അപ്പൊ നമ്മൾ എന്നൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ ഇത് ഡ്രങ്കൻ ചിക്കൻ സൂപ്പ്, പിന്നെ ഇത് സ്ക്വിഡിന്റെ ഒരു ഫ്രൈഡ് ഐറ്റം ആണിത്, പിന്നെ ഇത് സോൾട്ടഡ് എഗ് ചിക്കൻ,
പൊട്ടറ്റോ ലീഫ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. യെസ്. ഓക്കെ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിവിടെ വന്നു. BB അല്ലെങ്കിൽ പനോരമ CB ഒക്കെ ആണെങ്കിൽ ആ റൂംസിന് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമ്മള് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മൾ ഇനി നേരെ മുന്നോട്ട് പോവാണ്. നിങ്ങൾ അതിന്റെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കും. ഇത് ഫുൾ ലൈറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നല്ല രസമാണ് ഇത്. ഫുൾ നല്ല രസമാണ് ഈ ഒരു സൈഡ് കാണാനായിട്ട്. ഇപ്പം ഹൈബിസ്കസിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. The waterfall is even വാട്ടർഫോൾ ഇസ് ഹിയർ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തെ സൈഡ് പോവാട്ടോ. ആ ഒരു വ്യൂ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഞാൻ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി റൂമിലോട്ട് പോവാണ്. ഞാനിപ്പോ വണ്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പൊ ഇവിടെ സമയം 7:30 ഇപ്പൊ ഇതുണ്ടോ നോക്കി, എല്ലാരും ഉണ്ട് ഞങ്ങള്. അപ്പൊ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ്. ആരുടെ ബർത്ത്ഡേ ആണ്? ഇന്ന് ലോറയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു ലക്ഷറി റിസോർട്ടിൽ നമ്മൾ വന്നിട്ട് നിൽക്കുന്നത്. ഇതുണ്ട് ഇവിടെ സൺറൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 7 മണിക്കായിരുന്നല്ലോ സൺറൈസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ ഇവിടുത്തെ ഇതുണ്ട് ഈ കാണുന്ന ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിൽ കാണത്തില്ല അല്ലേ. ഇവിടെ ഇത് ബീച്ച് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടെ കുറെ വാട്ടർ സ്പോർട്സും അങ്ങനത്തെ കുറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ബുഫേ കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് യെസ് ലൂക്കസ്, ആർ യു എക്സൈറ്റഡ്? അപ്പോൾ ഗൈസ് ഇത് നമ്മള് ബഗ്ഗി സർവീസ് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൂം ഇത് വന്നല്ലോ. ഓ അടിപൊളി. സോറി, അതല്ലേ ചില സമയത്ത് നമുക്ക് പാളിപ്പോവും. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമ്മുടെ ബഗ്ഗി വന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇവിടെ കയറാം. അയ്യോ, എനിക്ക് അവിടെ കയറണം. ലോറയ്ക്ക് അവിടെ കയറണോ? ഓക്കെ, എനിക്ക് എന്നാ ഇവിടെ കയറണം. നമുക്കെല്ലാം പോവാം. We always sit at the back. It's good. Other buggy came already. നമ്മൾ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് കേട്ടോ. 247. ഗൈസ് നമ്മൾ കയറി വന്ന് കഴിയുമ്പോണ്ടല്ലോ ഇവിടെ 2 കൗണ്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇത് അകത്തും പിന്നെ ഇതുണ്ട് അവിടെ വെളിയിലും ഉണ്ട് കേട്ടോ. ഈ അകത്ത് കാണുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇത് മറ്റേ ഡോണറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ, ബ്രെഡ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതന്നെയാണ് ഇത് ബട്ടർ ചിക്കൻ ടോസ്റ്റ്. ഇതെല്ലാം വെസ്റ്റേൺ ആണ് കേട്ടോ. സോസേജ് ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ മറ്റേ ഇതുണ്ട്. ഇത് മറ്റേ നാസിലമ്മ ഇവരുടെ ലോക്കൽ ഡിഷസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ടോ, നൂഡിൽസ് ഉണ്ട്. പിന്നെ ചിക്കൻ കറി വിത്ത് പൊട്ടറ്റോ, പിന്നെ സ്പൈസസ് ചിക്കൻ വെട ഉള്ളല്ലോ. പിന്നെ ഇത് റൈസ്, പിന്നെ ഇവിടെ ഇത് ജ്യൂസ്, കോൺഫ്ലെക്സും കാര്യങ്ങളൊക്കെ. നമുക്ക് വെളിയിലും പോയി എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. വെളിയിൽ പോയി നോക്കാം. ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇതെല്ലാം ലൈവ് സ്റ്റേഷൻസ് ആണ് കേട്ടോ. ഇതിന് ഇത് ദോശയോ, പൊറോട്ട. പിന്നെ എന്താണ്, ഇതും ഇങ്ങനത്തെ ഇതുണ്ടോ, തന്തൂരി ചിക്കൻ, ചിക്കൻ തന്തൂരി. ഇന്ത്യൻ കുസീൻ ഉണ്ട് കേട്ടോ ഇവിടെ. റൊട്ടി, ഇത് ബ്രെഡും നാനും ചിക്കൻ തന്തൂരി ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്താടി മേടിക്കുന്നത്? ഭയങ്കര ടേസ്റ്റ് ചെയ്തു. നൂഡിൽസോ? യു ഹാവ് ദിസ് നൂഡിൽസ്. ഓക്കെ, ഫൈൻ. ഇതുണ്ട്. ഇതിങ്ങനെ നൂഡിൽസ് ഇങ്ങനെ ഇതിൻ്റെ അകത്തിട്ട് അത് പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഇതെല്ലാം ലൈവ് സ്റ്റേഷൻ കൗണ്ടേഴ്സ് ആണ്. ഇത് ഈ കാണുന്നത് ഇതുണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം ലൈവ് സ്റ്റേഷൻ കൗണ്ടേഴ്സ് ആണ്, പല തരത്തിലുള്ളത്. അതെല്ലാം വെളിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ബീച്ച് സൈഡാണ്. ഇവിടെ ഒരു പൂളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അകത്തുള്ളതെല്ലാം ബ്രെഡും കാര്യങ്ങളും ഒക്കെയാണ്. ഓർഡർ ചെയ്തോ? ചിക്കൻ സൂപ്പാണത്. അടിപൊളി. അത് കൊള്ളാം കേട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു.
എന്തൊക്കെയാ ഇതെടുത്ത്? ഞാൻ പൊറോട്ട, തന്തൂരി ചിക്കൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് എടുത്തേക്കുന്ന ഇതുണ്ട്, ഇത് ചിക്കൻ, ഇത് എന്തോ ചിക്കൻ കറിയും, പിന്നെ ഇത് റെഡാങ്, ഇതും ചിക്കനാണ്, ഇത് സോസേജ്. അത് ഹാഷ് ബ്രൗൺ അല്ലേ? അത് ഹാഷ് ബ്രൗൺ ആണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാസിലമ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഡിഷാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് എടുത്തത്. പിന്നെ ഇത് സണ്ണി സൈഡ് എഗ്, പിന്നെ ഇതന്നെ ഇത് ഞാനോ naan, sausage, hash brown, tandoori chicken and buttermilk. ബർത്ത്ഡേക്കാൾ എന്തൊക്കെയാ എടുത്തത്? വെജിറ്റബിൾസ് ആണോ എടുത്തത്? Cucumber. കുക്കുംബർ അല്ലേ? Cucumber, sausage and this one I took from Papa. ഇത് ലോറയ്ക്ക് പോറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നൂഡിൽസ്. ഇതെല്ലാം കഴിക്കണേ കേട്ടോ. ഫിനിഷ് ചെയ്യുവോ? Can I buy noodles, soup noodles? ഞാനിത് കാണിച്ചു തരും ഇതെങ്ങനെയാണ്. ഇതൊരു ഇലയാണ്. ഇലക്കകത്ത് ഇത് വെച്ചിട്ട് ഒരു കോൺ ഷേപ്പിലിരിക്കും. എന്നിട്ട് ഇതുണ്ട്, ഇതിങ്ങനെ വെച്ച റൈസ് എടുത്ത് അത് പ്രത്യേക ടേസ്റ്റ് ആണ്. എന്നാലും ഈ നാസിലേമയുടെ ഒരു ഫേവറേറ്റ് അല്ല ഞാൻ. പിന്നെ അങ്ങനെ ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതുണ്ട്, ഇതിങ്ങനെ ഒരു വാഴയിലേക്കകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ പൊതിഞ്ഞ് ഇതുണ്ട്. ഇതൊരു പ്രത്യേകതര ഒരു സോസാണ് ഇത്. പിന്നെ ഇതുണ്ട്, കടലയുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ല, വേറെ ഏതൊരു ടേസ്റ്റ് ആണ്. This one is my breakfast. Yes. But what is this? I have no idea. I think Amma took it. ഇതെന്നാ മനെ ഇത്? I think this is chocolate muffin, banana muffin, some kind of thing. I think it's stuffed with some jam. And so something similar like this. It's a croissant. Yeah, this is the same thing. അപ്പൊ കഴിച്ചു. ഓക്കെ, I'm picking it. തീർക്കണേ, എല്ലാം ഫിനിഷ് ചെയ്യണേ. നിഷ ഇതുണ്ട്, അതൊക്കെ എടുത്തോണ്ടിട്ടുണ്ട്. ഇത് വളരെ അടിപൊളിയാണല്ലോ. ഐ ലവ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ, ചോക്ലേറ്റ് മിൽക്ക്, ഇത് ഓറഞ്ച് ജ്യൂസ്, ഇത് സോയ മിൽക്ക്, ഇത് സോയ മിൽക്ക്. ഇതെല്ലാം അവര് തന്ന കേട്ടോ. പിന്നെ ഞാൻ എനിക്കൊരു ക്യാപ്പച്ചീനോയും കൂടെ പറഞ്ഞു. ഇങ്ങനെയൊന്നും ആരും ഇവിടെ കഴിക്കാൻ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ താഴെ വീഴും അത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കുറച്ച് ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ആദ്യമേ ഡിസ്കസ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നേരെ വാക്ക് ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കും ഏതൊക്കെ ബീച്ച് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് പറ്റുന്നത്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇത് ആരാണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. ഏതോ മുതലാളിയുടെ പ്രോപ്പർട്ടിയാ. എന്തൊരു ഇതല്ലേ. എവിടെ എവിടെ എന്തോരുവാ? 1 2 3 ഇതുണ്ട്. ഇതല്ലേ? ഓ, ഇവിടെ 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 4 ലൈൻ ലൈൻ. അത് കാടാ അത്. കണ്ടോ? ലോറയുടെ ഫേവറേറ്റ് ആനിമൽ ഏതാ മോനെ? മങ്കിയാണോ? ഓക്കെ, അതെ. അപ്പൊ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത് യു ആർ ഹിയർ എന്ന് പറയുന്ന ഇതാണ് അതിന്റെ കംപ്ലീറ്റ് മാപ്പാണ്. പിന്നെ ഇവിടെ ഇതുണ്ട്, ഈ ഹൈബിസ്കസ് വാക്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, മെയിൻ ബിൽഡിങ്ങിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ? ഈ മെയിൻ ബിൽഡിങ്ങിലാണ് ഈ ബൈസൈക്കിൾ റൈഡ്, അതായത് ഇതിന്റെ അകത്തൂടെ നമുക്ക് ഇങ്ങനെ സൈക്കിൾ ഓടിച്ചു നടക്കും പ്രോപ്പർട്ടിയുടെ. ഇത് നമുക്ക് പോവാം. അത് 7 AM to 9 PM ആണ്. ഓർമ്മയിൽപ്പെട്ട എല്ലാ പരിപാടികളും നടക്കുന്നത് 7 AM to 9 PM ആണ്. പിന്നെയുള്ളത് കിഡ്സ് വേൾഡ്, ജയന്റ് ബബിൾസ്, ഔട്ട്ഡോർ പൂൾ, ലോബി ഷോപ്പ്, ഫോട്ടോ ബൂത്ത്, പിന്നെ ഇതൊരു റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ ഔട്ട്ഡോർ പ്ലേ ഗ്രൗണ്ട്. ഹൈബിസ്കസ് വാക്കിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീച്ച് മിനി ഫൺ ഫെയർ, അത് 9 AM to 12 PM അങ്ങനെ എന്തൊക്കെ പറയും. നമ്മൾ ഇത് നോക്കട്ടെ ഇതുണ്ടോന്ന്. പിന്നെ ഇവിടെ ഇത് ATV റൈഡ് ഉണ്ട്, പിന്നെ ആർച്ചറി, പിന്നെ വാട്ടർ സ്പോർട്സ്, പിന്നെ ഫയർ ഷോ, അത് സാറ്റർഡേ മാത്രമേ ഉള്ളൂ. പിന്നെ സാൻഡ് ആർട്ട് ഉണ്ട്, പിന്നെ ഫുട്ബോൾ ആൻഡ് പൂൾ ടേബിൾ, പിന്നെ ടേബിൾ ടെന്നീസ്. നമ്മളിവിടെ ഇതുണ്ടോ, ഈ ഒരു പരിപാടിക്ക് പോവാണ്. എയർ ഹെഡ്, അത് 35 റിങ്കറ്റ് ആണ് പെർ ഹെഡ്. ഏകദേശം ഒരു 4 to 5 minutes ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാം കേട്ടോ. ഇപ്പം നമ്മളിതുണ്ട് ഇവിടെ ഇതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. സോ എല്ലാവരും ഇത് ലൈഫ് ജാക്കറ്റ് ഒക്കെ വെച്ചു. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനാണ് ഈ സംഭവം ഇത് ഓടിക്കുന്നത്. നമ്മളെ ഇങ്ങനെ പുറയിൽ ഇങ്ങനെ തൂക്കിയിടും അല്ലേ.
ഇത് പരിപാടി കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇത് ഈ ATV എടുക്കാൻ പോവാണ് കേട്ടോ. ഡോറയ്ക്ക് സർപ്രൈസ് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നത്. മേടിച്ചോടി. ഇവിടുത്തെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കേക്ക് ഉണ്ട് കേട്ടോ. ഡോറയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ലോറ. Happy birthday to me. ये अलग बात है नहीं सामने, ये अलग बात है मेरे पास है, मेरे पास है तो मेरे पास है, मेरे पास है. അപ്പോൾ ഗൈസ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഒരു വെസ്റ്റേൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ലൊരു ഒരു വെസ്റ്റേൺ കഫേ സെറ്റപ്പ് കേട്ടോ. അപ്പം നമ്മളിതുണ്ട് ഇവിടെ നിന്ന് ഇത് ചിക്കൻ, ഒരു ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ്. ലൂക്കസ് എന്നാ മനെ കഴിക്കുന്നത്? Salted egg pasta with fried chicken. ആ, ലോറ എന്നാ കഴിക്കുന്നത്? ഗ്രിൽഡ് ചിക്കൻ. ആ, നീ എന്നാ കഴിക്കുന്നത്? ഞാനൊരു ആൽഫ്രഡോ. ഓക്കെ. സ്പെഗറ്റിയോ. ഓക്കെ, വെരി നൈസ്. സ്പെഗറ്റി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈം ജ്യൂസ് കേട്ടോ. ഈ ഒരു കഫേ സെന്ററിൽ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, എന്താ ലോറ അവിടെ? ഓപ്പൺ. ഹലോ. എടുത്തു മേടിച്ച. താങ്ക് യു സോ മച്ച്. Happy birthday. We hope you had a great day and this year and the year ahead is full of me blessing. Happy birthday, Laura. How do you know? ലോറയുടെ ബർത്ത്ഡേയുടെ ഡിന്നർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലോറയുടെ കുറെ വെള്ളമൊക്കെ നിറച്ച് എല്ലാവർക്കും ഇവിടുത്തെ ഗ്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലോറ. Propose a toast for Laura. പച്ചവെള്ളം കേട്ടോ, വെറും പച്ചവെള്ളം. We want a buggy for people 2 for 7. മഷ്റൂം സൂപ്പ് വന്നിട്ടുണ്ട്. കാണിച്ചു. ആഹാ, വലിയ പ്ലേറ്റ് ആണ്. ഇതിങ്ങനെ ഗാർലിക് ബ്രെഡ് എടുത്തിട്ട് ആഹാ. മെയിൻ ഡിഷ് ഇവിടെ വന്നിട്ടാണ്. ഇത് ആക്ച്വലി ഇത് ബിരിയാണി റൈസ് അല്ലേ? ഇത് ബിരിയാണി റൈസും പിന്നെ എന്തോ പ്രോൺസ്, പിന്നെ ബർഗർ. 2 ബർഗർ ഉണ്ടല്ലോ. അപ്പായി കൊണ്ടുവന്നോ? പിസ്സ, ഇത് മട്ടൺ പരട്ടലും കൂടെ വന്നു കേട്ടോ. ഓ, ഇതുണ്ട്. ഇത് മട്ടൺ ആണെന്ന് തോന്നുന്നു. മട്ടന്റെ ക്യൂബ്സ് ആണ്. എന്നിട്ട് അതിന്റെ മേളിൽ ഇതുണ്ട്, ഇങ്ങനെ കുറച്ച് റൈത്തയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഡിന്നർ ഇതാണ്. മഷ്റൂം കഴിച്ചു കഴിഞ്ഞു. ഉച്ച കഴിച്ച് കഴിഞ്ഞപ്പോൾ അതെടുത്ത് പോയി. അപ്പൊ ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഡേ 2. ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇന്ന് പോവാണ്. അപ്പം ഇതുകൊണ്ട് ഇപ്പൊ ഇവിടെ സമയം 8:30 ആയി കേട്ടോ. ഞങ്ങൾ രാവിലെ ഒക്കെ എണീറ്റ് എല്ലാവരും ഒക്കെ ഒന്ന് ഫ്രഷ് അപ്പ് ആയി കഴിഞ്ഞപ്പം ബൈ ഗൈസ്. ഹലോ.
ഹലോ, നല്ല വെയിലാണ് കേട്ടോ. ഇതുണ്ട് ഈ പുറകെ കാണുന്ന ഇത് സീ, പിന്നെ ഇതുണ്ട് ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നു. ഇതുണ്ട് നമ്മുടെ റൂം, ഇതുണ്ട് പൂള്, പ്രൈവറ്റ് പൂൾ ഉള്ളത്, പിന്നെ ഇത് റൂം, കാര്യങ്ങളെല്ലാം നമ്മൾ റൂമെല്ലാം വിശദമായിട്ട് കാണിച്ചാണല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അടുത്ത ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ് അല്ലേ. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് സെയിം മെനു ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ അതൊന്ന് പെട്ടെന്ന് നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ സിംഗപ്പൂർ പോകും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഒരു, അതായത് സീ വ്യൂ കിട്ടും, നല്ല പ്രൈവറ്റ് പൂൾ കിഡ്സ് നന്നായിട്ട് പൂൾ എൻജോയ് ചെയ്തു. പ്രൈവറ്റ് പൂള്, പിന്നെ നമുക്ക് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സീ വ്യൂ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാം. ഒരു ഡിസ്റ്റർബൻസും ഇല്ല, നല്ല പ്രൈവസി ഉണ്ട്. അടിപൊളി സെറ്റപ്പ്. ലോറയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ലോറ, ലോറയുടെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Good. Lucas? Yeah, this pool is like very big. And it's like, but it's not as big as a life-size pool, but it's a big pool and we can enjoy sometime. Yes, correct. എനിക്ക് അതൊക്കെയാണ് തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ്ട് ഗൈസ്, അപ്പോൾ ഇന്ന് നല്ലൊരു വെതറാണ്, ഭയങ്കര ചൂടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ये अलग बात है नहीं सामने, ये अलग बात है मेरे पास है, मेरे पास है तो मेरे पास है, मेरे पास है तो मेरे पास है, मेरे साथ है, मेरे साथ है. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്തു. അപ്പം ഈ വീഡിയോയുടെ അവസാനത്തെ ഭാഗമാണിത്. അതായത് നമ്മുടെ ഒരു ഹോണസ്റ്റ് റിവ്യൂ നമ്മൾ പറയാൻ പോവാണ്. ഇപ്പൊ 2 nights ആണ് താമസിച്ചത്. അത് പെർ ഡേ ഏകദേശം ഒരു $400 വന്നിട്ടുണ്ട്, എക്സ്ക്ലൂഡിങ് മറ്റേ ഡിന്നർ കാര്യങ്ങളൊക്കെ. അതായത് ഇന്ത്യൻ റുപ്പി ഏതാണ്ട് 25,000 അത്രേ ഉള്ളൂ. അത് നമുക്ക് കുറച്ചുകൂടെ നേരത്തേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഡീലിലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഈ പൂൾ പ്രൈവസി അല്ലേ. സീ ഫേസിംഗിന് മാത്രമേ ശരിക്കും പ്രൈവസി ഉള്ളൂ. ബീച്ച് ഫേസിംഗ് ആണെങ്കിൽ, അതുപോലെ പെറ്റൽ ടു പെറ്റൽ ആണെങ്കിൽ ഒട്ടും പ്രൈവസി ഇല്ല. സീ ഫേസിംഗ് ആയിട്ട് ഉള്ള അങ്ങോട്ടേക്ക് മാറിയുള്ളത് പനോരമ വ്യൂ ആണെങ്കിലും മാറി സീ ഫേസിംഗ് എടുക്കുവാണ് എങ്കിലും നല്ലതായിരിക്കും. അതെ, അപ്പൊ സീ ഫേസിംഗ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓർക്കുക, ഈ പനോരമ അല്ലെങ്കിൽ പെറ്റൽ 3 ഇതൊക്കെ ഞങ്ങൾ പെറ്റൽ 3 താമസിച്ചത്. 247 റൂം നമ്പറിൽ. ഒരു ചെമ്പരത്തിപ്പൂവിന്റെ എതളുകൾ 5 എതളുകളാണ്, പിന്നെ 2 ഇലയും, പിന്നെ ആ സ്റ്റിഗ്മയും ഒക്കെയാണ് ഇതിന്റെ ഹോൾ ലേ ഔട്ട്. അപ്പൊ ആ സ്റ്റിഗ്മ പോലെ ഇരിക്കുന്ന സാധനമാണ് പനോരമ. ആ പനോരമയിൽ സീ വ്യൂ എടുക്കണം. ഓരോ പെറ്റലാണെങ്കിലും നോക്കി എടുക്കണം. കാരണം അല്ലെങ്കിൽ ഒരു പെറ്റലും മറ്റേ പെറ്റലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസിംഗ് ഉണ്ട്. പിന്നെ ഈ ബഗി പോകുന്ന റൂട്ടിൽ കൂടെയാണ് ഫുൾ ഫേസിംഗ്. അപ്പൊ നമുക്ക് ഒട്ടും അങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സീ ഫേസിംഗ് ആണെങ്കിൽ ഫുൾ ഓക്കെയാണ്. അതെ, സീ ഫേസിംഗ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ദിസ് ഈസ് ഫോർ യുവർ പ്രൈവസി, കൂൾ പ്രൈവസി കിട്ടാൻ വേണ്ടി. ഓക്കെ, ലൊക്കേഷൻ ഒക്കെ നല്ല കേട്ടോ. കാരണം ഇച്ചിരി റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും ലൊക്കേഷൻ ഒക്കെ അടിപൊളിയാണ്. ബീച്ച് സൈഡാണ് കേട്ടോ. അപ്പം അതൊരു നല്ലതാണ്. ഞങ്ങൾ ആദ്യം പോയത് സ്കൈപോൾ വില്ലയിലാണ്. സ്കൈപോൾ വില്ല എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അത് സ്കൈപോൾ വില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടവറിലായിരുന്നു കേട്ടോ. അത് ആ ഒരു വില്ല നല്ലായിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. എന്നിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ പോയത് പിന്നെ പെറ്റൽ 3 പ്രീമിയം പൂൾ വില്ല, അതായത് 247 എന്ന് പറയുന്നത് സീ വ്യൂ ഉള്ളത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. അത് ഞാൻ 5 സ്റ്റാർ ഞാൻ കൊടുക്കും. ആ റൂമും ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ഡേ 1ഉം ഡേ 2ഉം ഒരുമാതിരിപ്പെട്ട ഏകദേശം ഒരു സെയിം ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ വലിയ വെറൈറ്റി വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീറ്റ് ആൻഡ് ഗുഡ്. സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ അണ്ടർമാരൊക്കെ ഹെൽപ്പ് ചെയ്തോ? അവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമുക്ക് വന്നിട്ട് നമുക്ക് കോഫിയും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. ഹോട്ടലിന്റെ വെളിയിലാണ് ബീച്ച്. ബീച്ചിന്റെ അവിടെ ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബീച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ പോയത്? ATV എങ്ങനെ ഉണ്ടായിരുന്നു? ATV അടിപൊളിയായിരുന്നു. എയർ ഹെഡ് എന്ന് പറയുന്ന ഒരു ബോട്ട് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അത് നല്ല സൂപ്പർ സാധനമായിരുന്നു. പിന്നെ നമ്മള് റൂമിന്റെ അകത്തെ പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ്, അത് എടുത്തു പറയേണ്ട ഒരു സംഭവം കേട്ടോ. നമ്മള്
ഈ റൂമിന്റെ അകത്തെ ആ ഒരു പൂളില് നമ്മൾ ഒരു 5 തവണ, എനിക്കൊന്ന് 4 or 5 തവണ നമ്മൾ പോയി. ചുമ്മാ നമ്മൾ വെളിയിൽ പോവുക, വരിക, പിന്നെ പൂളി ചാടുക, വരിക, പിന്നെ പോയി ഭക്ഷണം കഴിക്കുക, പിന്നെയും വന്നിട്ട് ചാടുക. അപ്പൊ നമ്മള് അങ്ങനെ The first villa's pool was. അത് കഴിഞ്ഞിട്ട് പിന്നെ സീ വ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് അടിപൊളിയായത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സീ വ്യൂ എടുക്കുക, പിന്നെ പൂള് പരമാവധി എൻജോയ് ചെയ്യുക. ചുമ്മാ ഇരുന്ന് പൂളി ചാടുക, പോയി ഭക്ഷണം കഴിക്കുക, പൂളി ചാടുക, പോയി ഭക്ഷണം കഴിക്കുക. റൂം ഡൈനിങ് ഉണ്ടായിരുന്നു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് മാക്സിമം നമ്പർ ഓഫ് പ്രൈവറ്റ് പൂൾ ഇൻ എ സിംഗിൾ റിസോർട്ട്. And also the most number of overwater villas. ഓവർ വാട്ടർ വില്ലാസ്. അപ്പൊ ഇതുള്ള അങ്ങനത്തെ കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. രാത്രിയിലൊക്കെ ഇതിലോട്ട് നടക്കാനും ഒക്കെ നല്ലൊരു രസമാണ്. അപ്പൊ നമ്മുടെ ലോറയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? നല്ല ഇഷ്ടപ്പെട്ടോ? ലോറയുടെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? അപ്പൊ ലോറയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഭയങ്കര രസമാക്കി. അവര് നമുക്കൊരു കോംപ്ലിമെന്ററി ഒരു കേക്കും ഒക്കെ നമുക്ക് കൊണ്ട് തന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അത് ലോറ എടുക്കുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. ലോറയ്ക്ക് അങ്ങനത്തെ കോംപ്ലിമെന്ററി സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഗൈസ്, നിങ്ങൾ ലെക്സിസ് ഫാമിലി ആയിട്ട് വരാം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്താൽ വരുന്നെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. റൂം എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ ബുക്ക് ചെയ്യുക. I will see you guys later. This is Tony Chen and family signing out. Bye.